ഇന്ത്യ US തീരുവ പോരും മറ്റൊരു തലത്തിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ നൽകുന്ന വമ്പൻ തിരിച്ചടികൾക്കായി തന്നെ കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ കാതോർത്തിരിക്കുകയാണ് മറ്റ് ലോക രാജ്യങ്ങൾ. ഗ്രീൻലാൻഡ് വിഷയത്തിൽ പോലും 8 രാജ്യങ്ങൾക്ക് നേരെയാണ് ട്രംപ് തീരുവ ചുമത്തിയത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്ത്യ നിശബ്ദമായി തീരുവ വിഷയത്തിൽ നടത്തിയ സർജിക്കൽ ആക്രമണത്തിൽ വെട്ടിലായ ട്രംപ് ആകട്ടെ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്ന പരിഹാരത്തിനായി തന്നെ ശ്രമം നടത്തുകയാണ് എന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല മറ്റ് രാജ്യങ്ങളാകട്ടെ ഇന്ത്യ ഏത് തരം നടപടിയാകും എടുക്കുമെന്ന് അറിയാൻ അവർ കാതോർത്തിരിക്കുകയാണ്. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം അനിശ്ചിതമായി തന്നെ നീളുന്നതിനിടയിലാണ് പുതിയ തീരുവ പോര് വലിയ രീതിയിൽ ശ്രദ്ധേയമായി മാറുന്നത്. ഇന്ത്യയുടെ കാർഷിക ക്ഷീര വിപണി തുറന്നു കിട്ടണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അമേരിക്കൻ കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങളുടെ തീരുവ ഒഴിവാക്കുക, ഇന്ത്യയിൽ വ്യാപകമായ വിപണി ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങളാണ് ഇപ്പോൾ ട്രംപ് ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഇവ അംഗീകരിക്കുന്നത് ഇന്ത്യയിലെ കർഷകർക്ക് കനത്ത ആഘാതമേകുമെന്ന് തന്നെ കരുതപ്പെടുന്നുണ്ട്. ട്രംപിന്റെ ആവശ്യത്തിന് വഴങ്ങിയാൽ മറ്റൊരു കർഷക പ്രക്ഷോഭവും അതുപോലെ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും, അതായത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും മോദി സർക്കാരിന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരും. ട്രംപിന്റെ ആവശ്യങ്ങൾക്ക് മുൻപിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന ഇന്ത്യയുടെ നിലപാടാണ് ഇത്തരത്തിൽ വ്യാപാര കരാർ പ്രഖ്യാപനം നീളാൻ ഇടയാക്കിയതെന്നും സൂചനകളായി തന്നെ പുറത്തു വരുന്നുണ്ട്. അതേസമയം ഇന്ത്യക്ക് മേൽ 50% തീരുവ അടിച്ചേൽപ്പിച്ച US-നെ അവിടെ തിരികെ കൊണ്ടുവരുന്നത് അത് തന്നെ ഇന്ത്യൻ തിരിച്ചടി തുടങ്ങി എന്നത് അതിനുള്ള ഒരു തെളിവായി തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. US ഇന്ത്യയിലേക്ക് വലിയ തോതിൽ കയറ്റുമതി ചെയ്തിരുന്ന പരിപ്പ് ഉൾപ്പെടെയുള്ള പയറുവർഗ്ഗങ്ങൾക്ക് കഴിഞ്ഞ നവംബർ 1 പ്രാബല്യത്തിൽ വന്ന വിധം 30% തീരുവ ഇന്ത്യ ഏർപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ നടപടിക്ക് കേന്ദ്രം പക്ഷേ കാര്യമായ പ്രചരണം നൽകിയിരുന്നില്ല. ഏറെക്കുറെ അവിടെ നാമമാത്രമായിരുന്ന തീരുവയാണ് ഇന്ത്യ ഒറ്റയടിക്ക് 30% ഉയർത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ നടപടി അമേരിക്കൻ കർഷകർക്കും കയറ്റുമതിക്കാർക്കും കനത്ത തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. തീരുവ കുറയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മേൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഇത് സാധ്യമാകില്ല എന്നാണ് മറ്റൊരു വിഭാഗം ഇതിനോട് തന്നെ പ്രതികരിക്കുന്നത്. ട്രംപ് ഇവർ നൽകിയ കത്ത് പുറത്താക്കിയതോടുകൂടി തന്നെയാണ് ഇന്ത്യയുടെ നടപടിയെക്കുറിച്ചും ലോകം അറിയുന്നത്. തീരുവയ്ക്കും അത് കുറയ്ക്കുവാനും ഇന്ത്യൻ വിപണിയിലേക്ക് US ഉൽപ്പന്നങ്ങളുടെ പ്രവേശനം സുഗമമാക്കാനും ട്രംപ് ഇടപെടണമെന്നതാണ് ഇപ്പോൾ ചില സെനറ്റർമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയുമായി വ്യാപാര കരാർ ഉറപ്പാക്കും മുൻപേ തന്നെ ട്രംപ് ഇടപെടണം എന്നതാണ് ഇവരുടെ ആവശ്യം. നേരത്തെ 2020-ലും ട്രംപ് US പ്രസിഡന്റ് ആയിരിക്കെ തന്നെ സമാനമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നു. അന്ന് ട്രംപ് മോദിയുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം പരിഹരിച്ചതെങ്കിലും അത് പിന്നീട് വീണ്ടും ഇത്തരത്തിൽ തീരുവ വിഷയത്തിൽ അത് രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത് എന്നതാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.